പ്രസിദ്ധമായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓണസദ്യ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഓണസദ്യയ്ക്കായി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വ്യവസായ മന്ത്രി പി രാജീവാണ് ഓണസദ്യ ഉദ്ഘാടനം ചെയ്തത്. അമൽ സുരേന്ദ്രൻ തൃക്കാക്കരയിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, 16,000 ആളുകളെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ എത്തിയാലും കുഴപ്പമില്ല, അതൊക്കെ മാനേജ് ചെയ്ത് പോകും എന്നൊക്കെ രാവിലെ അവിടെയുള്ള സംഘാടകർ പറയുന്നുണ്ടായിരുന്നു. സദ്യയ്ക്ക് ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അമൽ സുരേന്ദ്രൻ? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. 10:30 തുടങ്ങിയ സദ്യയാണ്. ഇപ്പോഴും വലിയ തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല പന്തികളിലായിട്ട് ഏതാണ്ട് 2200ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 20ലധികം വിഭവങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് പുറത്ത്, നമ്മുടെ ഈ പന്തിക്ക് പുറത്ത് വലിയൊരു ക്യൂ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തിരുവോണ സദ്യ, തൃക്കാക്കര അപ്പന്റെ തിരുവോണ സദ്യ ഉണ്ണുവാൻ വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നബിദിനമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളും മറ്റു മതസ്ഥരും എല്ലാം ഈ ഒരു സദ്യയുടെ ഭാഗമാകാറുണ്ട്. പക്ഷെ ഇന്ന് നബിദിനം കൂടി ആയതിനാൽ അതിൽ കുറച്ചു പേർ അവരുടെ മതപരമായ കാര്യങ്ങൾക്കും മറ്റുമായി അത്തരം മതകേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു കുറവ് മാത്രം ഇപ്പോഴുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ ആളുകൾ, മറ്റു മതത്തിലുള്ള കൂടുതൽ ആളുകൾ അടക്കം ഇവിടെ എത്തി ഈ ഒരു കാര്യത്തിന്റെ ഭാഗമായി കൂടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഏതാണ്ട് 80ലധികം വോളണ്ടിയേഴ്സ് ആണ് ഈ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട്, ഈ സദ്യയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു സദ്യ കഴിഞ്ഞ 5 വർഷമായിട്ട് തയ്യാറാക്കിയ ജയചന്ദ്രൻ എടത്തല എന്ന ജയപ്രകാശ് എടത്തല നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് തൃക്കാക്കരയിൽ ഈ ഒരു സദ്യ തയ്യാറാക്കിയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യം? ഈ 5 വർഷവും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതിൽ വളരെ കൃതാർത്ഥനാണ്. നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്താണ് അമൽ സുരേന്ദ്രനാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഓണസദ്യയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.